ഇന്നലെ ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കി. 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി ലഭിക്കുന്നത്. ഇന്നലെ കളി കഴിഞ്ഞ് ഓരോരുത്തർക്കും പ്രൈസ് മണി കൊടുത്തിട്ടുണ്ടായിരുന്നു. കോടികളാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഓരോ താരങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫുൾ പ്രൈസ് മണി ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓരോരുത്തർക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഗോൾഡൻ ബാറ്റ് കിട്ടിയത് രവീന്ദ്രയ്ക്കായിരുന്നു. ടൂർണമെന്റിൽ മികച്ച കളിയാണ് രജിൻ രവീന്ദ്ര കാഴ്ചവെച്ചത്. 10 ലക്ഷം രൂപയാണ് രവീന്ദ്രയ്ക്ക് ഇന്നലെ ലഭിച്ചത്. ഇനി ഫൈനൽ മാച്ചിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് രോഹിത് ശർമ്മയായിരുന്നു. 5 ലക്ഷം രൂപയാണ് രോഹിത്തിന് സമ്മാനം കിട്ടിയത്. അതുപോലെ തന്നെ ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടിയത് മാറ്റ് ഹെൻഡ്രിക്കായിരുന്നു. 10 ലക്ഷം രൂപ താരത്തിന് ലഭിച്ചു. മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചത് വരുൺ ചക്രവർത്തിയായിരുന്നു. താരത്തിനും ഇന്നലെ 5 ലക്ഷം രൂപ അവാർഡ് കിട്ടി. ടൂർണമെന്റിൽ ഹൈസ്കോർ നേടിയത് അഫ്ഗാനിസ്ഥാൻ താരം ഇബ്രാഹിമായിരുന്നു. 170 മുകളിൽ താരം റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താരത്തിന് 10 ലക്ഷം രൂപയാണ് സമ്മാനം കിട്ടിയത്. ഇനി സെമി ഫൈനലിസ്റ്റിന് 4 കോടി 80 ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ഇവർക്കാണ് ഇത് ലഭിച്ചത്. റണ്ണേഴ്സപ്പായ ന്യൂസിലൻഡിന് 9 കോടി 72 ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് 20 കോടിയാണ് ഒറ്റയടിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ താരങ്ങൾക്കും ഇത് വീതിച്ചു കൊടുക്കും. അതുപോലെ സപ്പോർട്ട് സ്റ്റാഫിനും. മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയത് രജിൻ രവീന്ദ്ര തന്നെയായിരുന്നു. 10 ലക്ഷം രൂപ താരത്തിന് ലഭിച്ചു. ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് കോടികളാണ് ഓരോ താരങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്ക് അങ്ങനെ 20 കോടിയാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ T20 വേൾഡ് കപ്പിലും ഇതുപോലെ ഒരുപാട് സമ്മാന തുകകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ടീം ഇപ്പോൾ ക്രിക്കറ്റിൽ നമ്പർ 1 ആണ്. T20 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി അടക്കം എല്ലാം ഇന്ത്യ നേടുന്നുണ്ട്. ധോണിക്ക് ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇന്ത്യക്ക് ഇതെല്ലാം സമ്മാനിച്ചത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.